ഫ്ലവേഴ്സിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ കൊച്ചു ഗായിക മിയയ്ക്ക് റിയാദിലായിരുന്നു ഇത്തവണത്തെ വിഷുവാഘോഷം. ആഘോഷങ്ങൾക്ക് ശേഷം നാളെ മാതാപിതാക്കൾക്കൊപ്പം നാട്ടിലേക്ക് മടങ്ങും. റിയാദിൽ നിന്ന് ഇസ്മായിൽ പയ്യോളി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഈ വർഷത്തെ വിഷു ആഘോഷത്തിനായി റിയാദിൽ നമ്മോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചു ഗായിക മിയ മെഹക്കാണ്. അവരുടെ കുടുംബം ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ പങ്കുവെക്കാം. നമ്മൾ എന്തുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട് വിഷു? അടിപൊളി, നല്ല വിഷയമായിരുന്നു. സാധാരണ ഞാൻ ഫ്ലവേഴ്സിലും അവിടെയൊക്കെയാണ് വിഷു ആഘോഷിക്കാറ് ഫ്രണ്ട്സിൻ്റെ കൂടെ. ഇപ്പോൾ ഇവിടെ സൗദി വന്നിട്ട് ആദ്യമായിട്ടാണ് വിഷു ആഘോഷിക്കുന്നത്. എനിക്ക് കൈനീട്ടം കിട്ടി. ഇവിടുത്തെ റിയലാണ് കിട്ടിയത്, അവിടുത്തെ രൂപയല്ലേ. അപ്പോൾ അതിനൊരു ഇതുണ്ട്. പെരുന്നാളിന് എങ്ങനെ ഉണ്ടായിരുന്നു അനുഭവം? പെരുന്നാളിനും നല്ലതായിരുന്നു. നമ്മളൊരു പുതിയൊരു ഫാമിലിനെ പരിചയപ്പെട്ടു. പിന്നെ റാഫി അങ്ങളിനെയും പിന്നെ നമ്മുടെ റഷീദ് അങ്ങളിനെയും പരിചയപ്പെട്ടു. റഷീദ് അങ്ങളിലെ ഫാമിലിനെയും കറങ്ങാനൊക്കെ പോയി അവരുടെ. പിന്നെ ഞാൻ ദമാമിൽ പോയി ലുലുമാളുടെ പ്രോഗ്രാം ചെയ്തു. നല്ല അടിപൊളി പ്രോഗ്രാമായിരുന്നു. ഓഡിയൻസൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ഞാൻ ജിദ്ദയിൽ പോയി എല്ലായിടത്തും കറങ്ങി. പിന്നെ ഞാൻ മക്കത്ത് പോയിരുന്നു. മക്കത്ത് പോയിട്ട് ഉംറയൊക്കെ ചെയ്തു. പിന്നെ മദീനത്തും പോയി ഉംറയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ തിരിച്ച് റിയാദിൽ വന്നിട്ട് ഞാൻ ഒട്ടകപ്പാൽ കുടിക്കാൻ പോയി. ഒട്ടകത്തിലൊക്കെ തൊടാൻ പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകപ്പാൽ കുടിക്കുന്നത്. നല്ല അനുഭവമായിരുന്നു. നല്ലതായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് റിയാദിൽ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പം നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. നന്നായിട്ട് ചെയ്യാൻ പറ്റി. നല്ല അനുഭവങ്ങൾ. ഇവിടെ പെരുന്നാളും കൂടാൻ പറ്റി, വിഷുവും ഇപ്പോൾ കൂടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഈസ്റ്ററും കൂടാൻ പറ്റും. അങ്ങനൊരു അനുഭവമുണ്ട്. പിന്നെന്താ, എല്ലാം നല്ല ഓഡിയൻസ് ആയിരുന്നു. ഇവിടുത്തെ നല്ല സപ്പോർട്ടായിരുന്നു ഞങ്ങളുടെ പ്രോഗ്രാമിന്. ഏതായാലും നോമ്പിന് ഇവിടെ എത്തിയവർ പെരുന്നാളും വിഷുവും ആഘോഷിച്ച ശേഷം ഈസ്റ്ററിനായി നാട്ടിലേക്ക് പുറപ്പെടുകയാണ്. റിയാദിൽ നിന്നും ഇസ്മായിൽ പയ്യോളി, 24.